ഈ ഉണ്ടാക്കുന്നത് മറയൂർ ശർക്കരയാണ് കേട്ടോ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ്, മറയൂരിനടുത്തുള്ള കാന്തല്ലൂർ. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ മറയൂരും കാന്തല്ലൂരും ഒക്കെ. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, അതിമനോഹരമായ സ്ഥലമാണ് മറയൂരും കാന്തല്ലൂരും. നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ ഫേമസ് ആയ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നതാണ്. ഈ കൂട്ടിയിട്ടേക്കുന്ന കരിമ്പിൻ്റെ ചണ്ടിയാണ് കേട്ടോ, നീരെടുത്തതിന് ശേഷമുള്ള കരിമ്പിൻ്റെ ചണ്ടി. നമ്മളങ്ങനെ ശർക്കര ഫാക്ടറിയുടെ മുമ്പിലെത്തി. നമുക്കിതിൻ്റെ അകത്ത് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാ ഇവിടെ കുറച്ച് ചേട്ടന്മാരിരുന്ന് ശർക്കര കൊണ്ട് ഉരുട്ടുന്നുണ്ട് കേട്ടോ. വേറെ 2 ചേട്ടന്മാർ ഇവിടെ വലിയ വാർപ്പിനകത്തിട്ട് ശർക്കര നീര് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിമ്പ് ചതച്ച് നീരെടുത്ത് ഇതുപോലുള്ള വലിയ വാർപ്പിലിട്ട് കുറുക്കിയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലേ. ഈ മറയൂർ ശർക്കര ഇത്ര ഫേമസ് ആകാനുള്ള കാരണം ഇതിൻ്റെ ക്വാളിറ്റിയാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ വിളയുന്ന കരിമ്പാണ്. ഇവിടുത്തെ മണ്ണും കാലാവസ്ഥയൊക്കെ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായതാണ്. പിന്നെ ഇവിടുത്തെ ശർക്കരയിൽ ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഇവർ ആഡ് ചെയ്യുന്നില്ല. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് മറയൂർ ശർക്കര. ഞാൻ വർഷങ്ങളായിട്ട് ചായക്കും കാപ്പിക്കും ഒക്കെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളും കാപ്പിയിലും ചായയിലും ഒക്കെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും.